ബൈബിളിൽ പീലാത്തോസ് കൈ എഴുതുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കനായി സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെയല്ല കേട്ടോ. ചരിത്രത്തിൽ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് പീലാത്തോസിനെ ചരിത്രകാരന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം വധശിക്ഷകളൊക്കെ നടപ്പിലാക്കിയ ക്രൂശുമരണങ്ങൾ, അതിൽ കൂടുതലും ക്രൂശുമരണങ്ങളായിരുന്നു നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് ഹിസ്റ്റോറിയന്മാർ പീലാത്തോസിനെ കാണുന്നത്. ഈ 10,000-ഓളം വരുന്ന ഈ വധശിക്ഷകളൊക്കെ നടപ്പിലാക്കിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രോസിക്യൂഷൻ ജനറലായിരുന്ന ലൊങ്കീനോസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും വധശിക്ഷയും നടപ്പിലാക്കിയത്. ഈ ലൊങ്കീനോസ് എന്ന് പറയപ്പെടുന്ന റോമൻ പൗരൻ യേശുക്രിസ്തു ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് അലറി വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ട്രൂലി ദ സൺ ഓഫ് ഗോഡ്, ഇവൻ ശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. കാരണം റോമൻ മതത്തിൽ ഇല്ലാത്ത ഒരു കൺസെപ്റ്റാണ് മെസ്സി അഥവാ മിശിഹ എന്ന് പറയുന്ന സങ്കല്പം. അത് സെമിറ്റിക് മതത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ആ റോമൻ ദേവതയായ സെയൂസിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ലൊങ്കീനോസ് അലറി വിളിച്ച് പറയുന്നു, ഇവൻ ശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിഹയാണെന്ന്. അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് വധശിക്ഷ നടപ്പിലാക്കിയ 10,000-ഓളം വധശിക്ഷ നടപ്പിലാക്കിയ ലൊങ്കീനോസ് അറിയാം സാധാരണ ഒരു വ്യക്തിത്വം എങ്ങനെയാണ് മരിക്കുന്നതാണ്. യേശുവിൻ്റെ മരണം സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ മരണം പോലെ ആയിരുന്നില്ല. അത് കണ്ട് ബോധ്യമായിട്ടാണ് ലൊങ്കീനോസ് പറയുന്നത്, ഇവൻ ദൈവപുത്രനായ മെസ്സിഹയാണെന്ന് പറയുന്നത്. അത് അറിവിൽ നിന്ന് പറയുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ജോലി രാജിവെച്ച് തപസ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവൻ ആ ഉദ്യോഗം രാജിവെച്ചതായിട്ടാണ് ഹിസ്റ്ററി കാണുന്നത്. കാട്ടിൽ പോയി താമസിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകേണ്ട സത്യമാണ്. യേശു ക്രിസ്തു ദൈവപുത്രനായ മനുഷ്യപുത്രനും ദൈവപുത്രനായ മിശിഹായാണെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്.